അപ്പോൾ ഗൈസ് നമ്മുടെ പാലപ്പം 3 ടൈപ്പിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പം കേട്ടോ. നോക്കി, ഇത് നോക്കി കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിൻ്റെ മാവ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. വീഡിയോയിലോട്ട് പോകാം. ഈ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇതുകൊണ്ട് നല്ല കിട്ടില്ല റെസിപ്പിയുടെ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായും. ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്നതിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ടേ. അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 4 മണിക്കൂർ നമുക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സോക്ക് ചെയ്യാനൊക്കെ വെച്ച് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ റൈസ് ഒന്നുകൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു അരമുറി തേങ്ങ, കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വൈറ്റ് റൈസും കൂടെ, പിന്നെ ഈ വസുമതി റൈസിൻ്റെ റൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം റൈസ് മിക്സിയുടെ ജാറിനകത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം, ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ പേസ്റ്റ് ചെയ്യണം, ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ റൈസ് ഓൾറെഡി പേസ്റ്റ് ചെയ്തു. ഇനി തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിനേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിനകത്തിട്ട്, പിന്നെ നമ്മുടെ ചോറ് നമുക്ക് കപ്പി കാച്ചുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ ചോറ് ആഡ് ചെയ്യുന്നത്. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒഴിച്ചിരുന്നു പറഞ്ഞാൽ തേങ്ങാവെള്ളം കേട്ടോ, നമ്മൾ എടുത്ത തേങ്ങയുടെ വെള്ളം. പിന്നെ കുറച്ച് ഈസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മാവ് നല്ല അടിപൊളിയായിട്ട് പുളിച്ച് വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഈസ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ ആ തേങ്ങാവെള്ളം കൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പത്തിന്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്ത് ഞാൻ ആ മാവിനകത്തോട്ട്, അരി അരച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ആഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ആ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ തേങ്ങാരപ്പും റൈസെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതിൽ കൈ തന്നെ മിക്സ് ചെയ്യുന്ന ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് മാവ് ഒന്ന് പുളിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 6-7 മണിക്കൂർ നമുക്കൊന്ന് പുളിക്കാൻ വേണ്ടി വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് പുളിച്ച് പൊങ്ങി വരും കേട്ടോ. നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഞാനൊന്ന് കോരി കാണിക്കാം. ഉണ്ടോ, ഈ ഒരു പരുവത്തിൽ മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സാൾട്ട് ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് അപ്പം നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാവേ. അതിന് ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. ഒരു അപ്പമൊക്കെ ഉണ്ടാക്കുന്നൊരു കടായും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാവിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒത്തിരി ഉപ്പ് ആഡ് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ 1/2 കിലോ മാവിന് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സാൾട്ടും കൂടെ വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മാവിൻ്റെ ലൂസ് കറക്റ്റ് നോക്കണേ. നമ്മൾ ഒഴിക്കുമ്പോൾ ഇപ്പം ഞാൻ ഒഴിച്ചപ്പോൾ കണ്ടില്ല, ആ ഒരു ഇതിലേ ഉണ്ടാകാൻ പാടുള്ളൂ മാവ് കേട്ടോ. ഒത്തിരി ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം സെറ്റാവില്ല കേട്ടോ. അങ്ങനെ മാവ് ഞാൻ കടായിലേക്ക് ഒഴിച്ച് ഒന്ന് കറക്കി അങ്ങ് കൊടുത്തു കേട്ടോ. ഒത്തിരി ഫുൾ ഫയറിൽ വെച്ചിട്ട് നമ്മൾ ഇത് അപ്പം ഉണ്ടാക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കളറൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി അപ്പം നന്നായി വേകാതെ വരും. അപ്പോൾ ഒരു സ്ലോ ഫയറിൽ നമുക്ക് ആക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് ആ സെൻറ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും കേട്ടോ. ഒന്ന് മൂടിയും കൂടെ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കണ്ടോ സെറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ മാവ് വെച്ചിട്ട് ഞാൻ നമ്മുടെ ദോശയൊക്കെ ചുടുന്ന കൂടെ ഞാനൊരു ചുട്ട് കാണിക്കാം കേട്ടോ. അതേ സമയത്ത് ഞാനൊരു ഒരപ്പം കൂടെ കുറച്ചുകൂടെ മാവ് കൂട്ടി ഒഴിച്ച് ഇച്ചിരി ഒന്ന് വലുതാക്കി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. കണ്ടോ, ആ മാവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ
കൊമ്മള ഇങ്ങനെ കറക്റ്റായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് മാവ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ സാധാ തവ വെച്ചിട്ട് ദോശയൊക്കെ ചുടുന്ന കണക്ക് അതും കൂടെ ഒന്ന് ചുട്ട് കാണിക്കാം കേട്ടോ. ഒക്കെയുണ്ട് എന്ത് സെറ്റപ്പായിട്ടാണ് വരുന്നത് നോക്കിയാൽ ആ മാവെല്ലാം കറക്റ്റ് പൊളിച്ചുകൊണ്ട് ആ ഹോളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാലപ്പൂ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. കണ്ടോ, ഞാൻ ഈ ഒരു പരുവത്തിലും കൂടെ ഒരു അപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ മൂന്നാമത്തെ ടൈപ്പിലുള്ള അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ടൈപ്പിലുള്ള പാലപ്പാട്ടോ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. കണ്ടോ എന്ത് സെറ്റപ്പാണെന്ന് നോക്കിയാൽ നല്ല സോഫ്റ്റ് കേട്ടോ. ഈ ഒരു രീതിയിൽ മാവ് ഒന്നുണ്ടാക്കി ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമുക്ക് ഈ പാലപ്പത്തിൻ്റെ മാവ് നമുക്ക് പല രീതിയിലുണ്ടാക്കാം. കപ്പി കാച്ചിട്ടുണ്ടാക്കാം, അങ്ങനെ അതും നല്ലത് തന്നെ. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കാര്യം. ആ പുളിക്കാൻ വെക്കുന്ന ആ ഒരു ടൈം മാത്രമേ അതിന് വേണ്ടൂ. കണ്ടോ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അപ്പം 3ഉം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഞാൻ ഷുഗർ ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർ ഞാൻ ആഡ് ചെയ്തതുകൊണ്ട് അത്രയും ഷുഗർ ആഡ് ചെയ്യണമെന്നില്ല. പക്ഷേ പാലപ്പത്തിന് ഇച്ചിരി ഷുഗറൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പാലപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. കണ്ടോ നല്ല സോഫ്റ്റ്നെസ്സാണ്, അടിപൊളി ടേസ്റ്റുമാണ്. സ്വീറ്റ്നെസ് കുറച്ചുള്ളവർ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് വേറെ കറി പോലും വേണ്ട നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്ര സോഫ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലൊക്കെയുള്ളൊരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.